അച്ഛാ ദാ. ആ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് 7 മിനിറ്റ് മാത്രമാണ് ശേഷിക്കുന്ന മുഹൂർത്തം. എല്ലാം റെഡിയാണല്ലോ തിരുമേനി, പൂജിച്ചോളൂ. താലിമാല എവിടെ? സൂര്യ, താലി ഇതിൽ കാണുന്നില്ലല്ലോ. അച്ഛാ ഞാൻ അതിൻ്റെ തന്നെ വെച്ചത്. എന്താ ഈ പറയുന്നത്? മുഹൂർത്തം കുറച്ചേ ഉള്ളൂന്ന് ഞാൻ പറഞ്ഞതല്ലേ. എന്നിട്ടിങ്ങനെ ഒരു അനാസ്ഥ കാണിക്കാന്ന് വെച്ചാ? അളിയ, അത് ഇതിൽ തന്നെയാണോ വച്ചത്? അതോ കുടിച്ചു പോകുന്നതില്ലാതെ വേറെ എവിടെ ഇല്ല, ഞാൻ ഇതിനകത്ത് തന്നെയാ വെച്ചത്. പിന്നെതാ ഇവിടെ പോവാനാ? ആരെടുക്കാനാ? അതെ, ഇപ്പൊ ഈ മുഹൂർത്തത്തിൽ താലിമാല കാണാതാവണമെങ്കിൽ അതെടുക്കാൻ ഒരാളെ എവിടെ ഉള്ളൂ. അത് എവിടെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. സൂര്യ നിക്ക്. അച്ഛൻ തടയരുത്. ഒരേ ഒരാൾ മാത്രമാണ് ഈ കൂട്ടത്തിൽ ഇല്ലാത്തത്. ഈ ചടങ്ങ് നടക്കാൻ പാടില്ല എന്ന് കരുതുന്ന ഒരാള് ആ മുറിയിൽ അതുണ്ടാവും. ഐ ആം ഷുവർ. സൂര്യ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. വിട്. ആരും എന്നെ തടയാൻ നിൽക്കണ്ട. ഞാൻ അവസാനിപ്പിക്കും. നിക്ക് നിക്ക്. പാലുറക്ക. എന്റെ മുറിയിൽ നിന്നെടുത്ത താലിമാല എവിടെ? ഞാൻ ചോദിച്ചു കേട്ടില്ലേ? എന്റെ മുറിയിൽ നിന്നും അമ്മ എടുത്ത താലിമാല എവിടെ? സൂര്യ, നീ എന്തായി കാണിക്കുന്നേ? അത് പത്മയെ അടുത്തെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? അച്ഛന് സംശയമുണ്ടോ? എങ്കിൽ ഇവിടെ ഞാനത് തെളിയിച്ചു തരാം. ഈ മുറിയിൽ നിന്ന് തന്നെ ഞാൻ എടുത്തുതരാം. അളിയ, വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. ഞാനാ പറയുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ല, പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി ഞാൻ തരയുന്നത്. എന്നെ പിടിച്ചു തള്ളിയിട്ട് എന്ത് കാര്യം? ഏട്ടൻ എന്ത് ഭ്രാന്തായി കാണിക്കുന്നേ? ഏട്ടൻ ബോധമില്ലാതെ എവിടെങ്കിലും കൊണ്ട് വെച്ചതായിരിക്കും. ആർക്കാണ് ബോധക്കെടുന്ന് ഞാൻ കാണിച്ചു തരാം. ഒരൊറ്റെണ്ണം മിണ്ടി പോയത്. അല്ലാളിയ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കരുത്. ആര് പറഞ്ഞാലും കേൾക്കും. സർ, താലിമാല കിട്ടി. ഇന്നലെ രാത്രി ഞാനതെടുത്ത് നോക്കിയിട്ട് തിരിച്ചു വെക്കാൻ മറന്നതാ. ഇപ്പൊ അവിടെ ചെന്ന് മുറിയിൽ നോക്കിയപ്പോഴാ കണ്ടത്. കണ്ടോ? അതിനുള്ള കുറ്റവും മമ്മിയുടെ തലയിലാ വന്നത്. എന്തെങ്കിലും ബോധമുണ്ടോ നിനക്ക്? അറിയാതെ പറ്റിപ്പോയതാ, ക്ഷമിക്കണം. ഇപ്പൊ പ്രശ്നം തീർന്നല്ലോ. ഇനി എത്രയും പെട്ടെന്ന് എല്ലാരും വരാൻ നോക്ക്. നിനക്കിപ്പോ സമാധാനം ആയാടെ? വാ. ഇതെങ്ങനെ? എനിക്കറിഞ്ഞൂടാ.
രണ്ടുപേരും അച്ഛന്റെ അനുഗ്രഹം വാങ്ങും. താലിയെടുത്ത് കൊടുത്തോളൂ. ചെറിയൊരു വിഘ്നം വന്നെങ്കിലും മുഹൂർത്തം തെറ്റിയില്ല. ഇനി എല്ലാം ഐശ്വര്യമായിരിക്കും. നന്നായി വരട്ടെ.